ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ. പേരും ചുള്ളിക്കൽ എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചർച്ച ചെയ്തൊരു വിഷയമാണ് ഉണ്ണി മുകുന്ദനും അദ്ദേഹത്തിന്റെ മുൻ PR മാനേജറുമായിരുന്ന വിപിനുമായിട്ടുള്ള പ്രശ്നം. വിപിനാണ് ആദ്യം കേസ് ഫയൽ ചെയ്തത്. അപ്പാർട്ട്മെന്റിൽ ചെന്ന് മർദ്ദിച്ചു എന്നുള്ളതായിരുന്നു കേസ്. അതിന് കാരണമായിട്ട് പറഞ്ഞത് ആ സാഹചര്യത്തിൽ ടൊവിനോയുടെ പുതിയ ചിത്രം റിലീസായപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടു. അതിനുശേഷമാണ് ഈ ദേഷ്യം തീർത്തുന്ന രീതിയിലാണ് അതിനൊരു വ്യാഖ്യാനം ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ പിന്നീട് ഉണ്ണി മുകുന്ദൻ അതിന് എക്സ്പ്ലനേഷൻ നൽകി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അതുകൊണ്ട് തന്നെ വിപിൻ കുമാർ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ അത്ര സ്ട്രെയിറ്റ് ഫോർവേഡായ കാര്യങ്ങളില്ല എന്ന് മനസ്സിലാക്കി ആളുകൾ കുറച്ചുകൂടി ഉണ്ണി മുകുന്ദന്റെ ഭാഗത്തു നിന്നാണ് പിന്നീട് സംസാരിക്കുന്നത് കണ്ടത്. എനിക്കും തോന്നിയത് ഉണ്ണി മുകുന്ദന്റെ ഭാഗത്ത് ശരിയുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോടും അദ്ദേഹത്തിന്റെ നിലപാടുകളോടും എനിക്ക് എതിർപ്പുണ്ടാകും. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഉണ്ണി മുകുന്ദന്റെ ഭാഗത്ത് ശരിയുണ്ടെന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. അതേസമയം തന്നെ ഉണ്ണി മുകുന്ദൻ ഇമോഷണൽ ആയിട്ട് റിയാക്ട് ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഇപ്പോൾ കന്നഡ തല്ലിപ്പൊട്ടിച്ച കാര്യം ഉണ്ണി മുകുന്ദൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇമോഷണലായിട്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കൂടെ ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ വിഷയം ഫെഫ്കയും അമ്മയും ചേർന്ന് സംസാരിച്ച് രണ്ടു കൂട്ടരെയും വിളിച്ച് അവർ പരസ്പരം സംസാരിക്കാൻ അനുവദിച്ചു. അങ്ങനെ ആ വിഷയം പരിഹരിച്ചു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം വന്നു. അതിന് പിന്നാലെ ആ വാർത്താ സമ്മേളനത്തിലും അല്ലെങ്കിൽ അതിനുശേഷവും ഈ ഹൈദരാലി എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ, ഹൈദരാലി നമ്മൾ ഒരിക്കലും ഒരു താഴ്ന്ന നിലയിൽ നമ്മൾ കാണുന്ന വ്യക്തിയല്ല, നല്ല ഉയർന്ന നിലയിൽ ശൂന്യാകാശത്തൊക്കെ എപ്പോഴും കാണപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു ബഹുമാനം എപ്പോഴും എനിക്ക് ഹൈദരാലിയോട് ഉണ്ട്. ആദ്യമായിട്ട് അറിയുന്ന വിഷയം മുതൽ അതൊരു യൂത്ത് ഫെസ്റ്റിവലിൽ കേരള നടനത്തിന്റെ CD അന്വേഷിച്ചു പോയ ആ സംഭവം മുതൽ ഞാൻ കാണുന്നത് ഹൈദരാലിയെ വൻ ഉയരത്തിലാണ്. അതിനുശേഷം പല വിഷയങ്ങൾ അങ്ങനെ തന്നെയാണ്, നിലം തൊടാറില്ല അദ്ദേഹം. അപ്പോൾ ഈ വിഷയം കഴിഞ്ഞതിന് ശേഷവും ഉണ്ണി മുകുന്ദന്റെ കള്ളങ്ങളൊക്കെ പൊളിച്ചെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞൊരു വീഡിയോ ഹൈദരാലിയുടെ ചാനലിനാണ് തോന്നുന്നു, വൺ ടോക്സ് എന്ന് പറയുന്നത്, ആ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഞാനതിന് വീഡിയോ എടുക്കുന്നില്ല, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹൈദരാലി വിമർശനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇയാൾ ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ഷിറ്റിഗാമി എന്ന് പറയുന്ന ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട്. അതിൽ അനാവശ്യമായിട്ട്, അതായത് ആ ഇന്റർവ്യൂവിന് ശ്രദ്ധ കിട്ടുന്നതിന് വേണ്ടി ഒരു നാടകം കളിച്ചതായിട്ട് കാണേണ്ട എല്ലാവർക്കും മനസ്സിലാവും. അതിനെ വിമർശിച്ചൊരു വീഡിയോ ഇട്ടായിരുന്നു. ആ വീഡിയോ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഹൈദരാലി പ്രതികരിച്ചത്. പക്ഷെ അതിനുശേഷവും ഇയാളുടെ വിഷയങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. കലാഭവൻ മണിയും ദിവ്യ ഉണ്ണിയും തമ്മിലൊരു വിഷയത്തിൽ ദിവ്യ ഉണ്ണിയെ വെള്ളപൂശുന്നതിനുണ്ട് ഒരു ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ പ്രതികരിച്ചിരുന്നു. അതിലെ വെർബാറ്റ് അങ്ങനെ തന്നെ എടുത്തിട്ട് എന്താണ് പറഞ്ഞത് അതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഈ വീഡിയോയിലും ഹൈദരാലിയുടെ വീഡിയോ ഞാൻ എടുക്കുന്നില്ല, അതിലയാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എടുക്കുകയും അതിൻ്റെ മറുപടിയുമാണ്. അപ്പോൾ 3 വിഷയങ്ങളാണ് ഉണ്ണി മുകുന്ദൻ കള്ളം പറഞ്ഞു എന്ന രീതിയിൽ ഹൈദരാലി അവതരിപ്പിക്കുന്നത്. അതിൽ ആദ്യത്തെ സംഭവത്തിൽ ടെക്സ്റ്റ് ഇങ്ങനെയാണ്: ഇത് എൻ്റെ മാനേജർ അല്ല, പക്ഷേ ഇന്ന് B ഉണ്ണികൃഷ്ണൻ പറയുന്നത്, ഇന്നെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനമാണ്, ഇത് ഉണ്ണി മുകുന്ദന്റെ മാനേജറാണ്, PR നടത്തിയിരുന്ന ആൾ എന്ന് പറയുന്നു. അതായത് ഉണ്ണി മുകുന്ദൻ പറഞ്ഞിരുന്നു ഇയാൾ എൻ്റെ മാനേജറല്ല. വിപിൻ കുമാർ പറഞ്ഞത് ഞാൻ ഉണ്ണി മുകുന്ദന്റെ മാനേജറാണെന്നാണ്. അത് നിഷേധിച്ചിട്ട് പറഞ്ഞു ഇയാൾ എൻ്റെ മാനേജറല്ല, PR വർക്ക് ചെയ്തിരുന്ന ആളാണെന്ന്. പക്ഷേ അത് കള്ളമാണെന്ന് ഇയാൾ പറയുന്നെന്നാണ് പറയുന്നത്. അതിൻ്റെ മറുപടി ഞാൻ പറയുന്നതിന് മുമ്പ് B ഉണ്ണികൃഷ്ണൻ പറഞ്ഞ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കാം. ഉണ്ണിയുടെ കൂടെ ദീർഘകാലം അദ്ദേഹത്തിൻ്റെ PR മാനേജറായിട്ട് ജോലി ചെയ്ത വിപിൻ ഉണ്ണിയുമായിട്ടുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ പരസ്പരം തുറന്ന് സംസാരിച്ചു. അതിൽ കുറേ അധികം കാര്യങ്ങൾക്ക് അവർക്ക് വ്യക്തത വരുത്താൻ സാധിച്ചു. നിങ്ങൾ എന്താണ് കേട്ടത്? ഉണ്ണിയുടെ കാര്യത്തിൽ അയാളുടെ ദീർഘകാലം PR മാനേജറായി ജോലി ചെയ്തിരുന്ന ആൾ, PR വർക്ക് ചെയ്യുന്ന ആൾ, അയാൾ പേഴ്സണൽ മാനേജർ അല്ല. PR മാനേജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പൊളിറ്റീഷ്യൻസിന് വേണ്ടി, സാമൂഹ്യ പ്രവർത്തകർക്ക് വേണ്ടി, ചില ഈവൻസിന് വേണ്ടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ ആ ഈവൻറ്റിൻ്റെ മാനേജറാകുകയോ അല്ലെങ്കിൽ ആ പൊളിറ്റീഷ്യൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആകുകയോ സാമുദായിക നേതാക്കളുടെ മാനേജറാകുകയല്ലേ ചെയ്യുന്നത്. അവർ ആളുകൾ വായിക്കണമെന്നോ കേൾക്കണമെന്നോ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് സോഷ്യൽ മീഡിയയിലൂടെ മറ്റു മാധ്യമങ്ങളിലൂടെ എത്തിക്കുന്നൊരു ജോലിയാണ് PR-നുള്ളത്. അതേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഈ ഹൈദരാലി പറയുന്നത് പോലെ ഉണ്ണി മുകുന്ദന്റെ മാനേജറാണ് വിപിൻ കുമാർ എന്ന് B ഉണ്ണികൃഷ്ണൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഓരോരോ ഓളിത്തരങ്ങൾ. ഇനി അടുത്തത് അയാൾ പറഞ്ഞിട്ടുള്ള ഡയലോഗ്. പിന്നെ ഒന്ന് പറഞ്ഞത് നടിമാരുടെ പരാതി, നടിയുടെ പരാതി വിപിനെതിരെയുണ്ട്, ഈ മാനേജർക്കെതിരെയുണ്ട്, അമ്മയിൽ ഫെഫ്കയിലുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നു അങ്ങനെ ഒരു പരാതി അമ്മയിലും ഫെഫ്കയിലും നിലവിലില്ല. ഉണ്ണിയുടെ വാദം പൊളിയുന്നു, രണ്ടാമത്തെ വാദമാണ് പൊളിയുന്നത്. ഇതെങ്ങനെയാണ് പൊളിയുന്നത്? എൻ്റെ ഹൈദരാലി, എൻ്റെ മനസ്സിൽ അശ്വന്ത് ഗോക്ക് പറഞ്ഞ വാക്കാണ് വന്നത്. പക്ഷേ എന്നാ ഉളത്തരമാണെന്നിരുന്നു പറയുന്നത്. അയാൾക്കെതിരെ പരാതി നിലവിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാതി ഇപ്പോഴില്ല എന്നാണ് അർത്ഥം. അതിനകത്ത് അയാൾക്കെതിരെ പരാതിയെ വന്നിട്ടില്ല എന്നല്ല. ഞാനത് ഉണ്ണികൃഷ്ണൻ പറയുന്ന കാര്യം അതേപോലെ തന്നെ കേൾപ്പിച്ചു തരാം. ഇരുഭാഗത്തുനിന്നും ഇനിയും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവില്ല.
അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. വിപിൻ്റെ പേരിൽ നിലവിൽ ഒരു പരാതിയുമില്ല. എന്നോ നടിമാരുടെ പരാതിയുണ്ട് എന്നൊക്കെയാണല്ലോ പറയുന്നത്. അങ്ങനെ ഒരു പരാതി നിലവിലില്ല എന്നുള്ളതും ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. അല്ലല്ല, ഞാൻ പറഞ്ഞത് വളരെ കൃത്യമായിട്ട് കേൾക്കണം. നിലവിൽ പരാതിയില്ല, നിലവിൽ പരാതിയില്ല എന്ന് പറഞ്ഞു. അല്ല, അത്തരത്തിലുള്ള അന്വേഷണങ്ങളൊന്നുമില്ല. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ, അതായത് പ്രൊഫഷണൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്, അല്ലാതെ മറ്റു വിഷയങ്ങളിലെ പരാതി അല്ലാതെ. അത് മനസ്സിലായി. ഒരു പ്രൊഫഷണൽ കാര്യത്തിലത്തെ ഒരു അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ തീർച്ചയായിട്ടും ചില ഫോറങ്ങളിൽ നമ്മൾ സമീപിക്കുമല്ലോ. അതെല്ലാം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിന് അർത്ഥം. ഇത് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാകും. അത്യാവശ്യം മലയാളം അറിഞ്ഞാൽ മതി. എഴുത്തും വായനയും അറിയണ്ട, സ്കൂളിലും പോകണ്ട, സ്കൂളിൻ്റെ പടിയിലും കയറി നിൽക്കണ്ട. അത്യാവശ്യം മലയാളം കേട്ടാൽ മനസ്സിലാവുന്നവർക്കറിയാം എന്താണ് ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. പരാതി ഉണ്ടായത് പരിഹരിച്ചു എന്നുള്ളതാണ്. ഉണ്ണി മുകുന്ദനും പരാതി ഉണ്ടെന്നല്ലേ പറഞ്ഞത്. നിലവിൽ പരാതിയില്ല എന്ന് പറയുമ്പോൾ ഹൈദരാലി എടുത്തു വയ്ക്കുന്നു. നിങ്ങൾക്ക് ആ വോയിസ് ക്ലിപ്പ് കേട്ടാൽ അറിയാം. ഹൈദരാലി എടുത്തു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണി മുകുന്ദൻ പറഞ്ഞ കള്ളമാണ്. ഇത് ഈ ഒരു സമയത്തല്ല കേട്ടോ. പിന്നീട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ ഹൈദരാലിയുടെ പരാക്രമം നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയെങ്കിലും ഉണ്ണി മുകുന്ദനെതിരെ താറടിച്ച് സംസാരിക്കണം. അതിൻ്റെ കാര്യം എന്താണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ഇതിനു മുന്നേ നടന്ന പത്രസമ്മേളനത്തിൽ നല്ല ഊക്ക് വാങ്ങിക്കൂട്ടി ഹൈദരാലി. എന്ന് മാത്രമല്ല, നിരന്തരമായിട്ട് ഉപഗ്രഹ സംപ്രേഷണത്തിലേക്ക് പോകാനുള്ള മറ്റൊരവസരം കിട്ടി. ട്രോൾ ചെയ്യുന്നവരും റിയാക്ട് ചെയ്യുന്നവരൊക്കെ അത്യാവശ്യം എളുപ്പമൊക്കെ കിട്ടി. ഞാൻ കഴിഞ്ഞ ആഴ്ച വീക്കെൻഡിലാണ് ഈ വാർത്ത കാണുന്നത്. പക്ഷെ അന്നേരം ഈ വിഷയത്തോട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അടുത്ത ദിവസം ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ വീഡിയോസിലൊക്കെ ട്രോൾസിലൊക്കെ കാണുന്നുണ്ട് ഇയാൾ ഈ പറഞ്ഞ സംഭവത്തിന് അത്യാവശ്യം ട്രോളന്മാരുടെ കയ്യിൽ നിന്നും പൊതുവെ ആളുകളുടെ നിന്നൊക്കെ ഊക്ക് മേടിക്കുന്നത്. ആ ഊക്ക് കിട്ടിയതിൻ്റെ ചൊറിച്ചിൽ അതാണ് ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കാനായിട്ട് ഹൈദരാലിയെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ വാദം പൊളിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കഷ്ടപ്പെട്ട് പൊളിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ പൊളിയണില്ല. അതാണൊരു പ്രശ്നം. ഇനി ഹൈദരാലിയുടെ അടുത്ത ആരോപണം. മൂന്നാമതൊരു വാദം പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ വിപിൻ്റെ അച്ഛന് പൈസ നൽകിയെന്ന്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് കള്ളമാണ് ഈ ഉണ്ണി മുകുന്ദൻ പറഞ്ഞത്? അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് ഉണ്ണികൃഷ്ണൻ ആ പത്രസമ്മേളനത്തിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹൈദരാലി നിങ്ങൾ മഹാനായൊരു വ്യക്തിയാണെന്ന് ഞാൻ ജീവിതകാലം മുഴുവനും പാടി നടക്കും. എന്താണ് ഉണ്ണികൃഷ്ണനകത്ത് പറഞ്ഞത്? അത് കേട്ടു നോക്കാം. ഞങ്ങൾ അതിൻ്റെ രേഖകൾ പരിശോധിച്ചപ്പോൾ അങ്ങനെയുള്ളൊരു ട്രാൻസാക്ഷനും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ട്രാൻസാക്ഷൻ കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ട്രാൻസാക്ഷനോ ബാങ്ക് വഴിയുള്ള ട്രാൻസാക്ഷനോ നടന്നു കഴിഞ്ഞാലാണ് രേഖകളിൽ അത് വരുന്നത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് ഇവിടെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞിട്ടില്ല. രേഖകൾ കാണിച്ചിട്ടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ക്യാഷ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളായിരിക്കും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ വ്യക്തിക്ക് ക്യാഷായിട്ടാണ് കൊടുത്തത്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഉണ്ണി മുകുന്ദനാണ് പറയേണ്ടത്, അല്ലെങ്കിൽ വാങ്ങിച്ച ആളാണ് പറയേണ്ടത് അങ്ങനെ ലഭിച്ചോ ഇല്ലേ എന്നുള്ളത്. പക്ഷേ ഈ പറയുന്ന വിപിൻ കുമാറിൻ്റെ ക്രെഡിബിലിറ്റി ഇപ്പം തന്നെ തകർന്നിരിക്കുന്നു. തൊട്ടു മുന്നേയുള്ള ഭാഗത്ത് ഉണ്ണികൃഷ്ണൻ പറയുന്നുണ്ട്, രണ്ടുപേരോടും പരസ്യ പ്രതികരണത്തിന് ഇനി മുതിരരുതെന്ന് പറഞ്ഞ് രണ്ടുപേരും ആ കോംപ്രമൈസിലാണ് പോയത്. പക്ഷേ അങ്ങനെ കോംപ്രമൈസ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ വിപിൻ കുമാർ എന്താണ് ചെയ്തത്? ഒരു ചാനലിനോട് ഒരു പച്ചക്കള്ളം പറഞ്ഞു. ഉണ്ണി മുകുന്ദൻ എന്നോട് നിരുപാധികം മാപ്പ് പറഞ്ഞു. ഉണ്ണി മുകുന്ദനെതിരെ സംസാരിച്ച ഒരുപാട് വ്യക്തികൾ അത് ഏറ്റുപിടിച്ചു. ഇതാ മാപ്പ് പറഞ്ഞിരിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് AMMAയുടെ ഭാരവാഹികളും ഫെഫ്കയുടെ ഭാരവാഹികളും കൃത്യമായിട്ട് പറഞ്ഞെന്ന് മാത്രമല്ല, ഇയാൾക്കെതിരെ പ്രസ് റിലീസും വന്നിട്ടുണ്ട്. ഈ കള്ളങ്ങളൊക്കെ കുത്തിപ്പൊക്കി പിടിച്ച് നടക്കുന്നവനെയാണ് ഹൈദരാലി മഹാനായിട്ട് കണ്ട് തോളത്ത് വെച്ച് കിടക്കുന്നത്. അയാൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഹൈദരാലിയുടെ ഓശാന പാടൽ. നാണമില്ലേടും. ഒരു ഊക്ക് കിട്ടി എന്നാൽ അതവിടെ വെച്ച് നിർത്തിക്കൂടെ? മറ്റൊരു ഭാഗത്ത് രസകരമായ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഇയാൾ ഈ കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ പിന്നെയും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ ഒരു പ്രതികരണം, അത് കൃത്യമായിട്ട് ഈ പറയുന്ന ഹൈദരാലിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ്. ഊക്ക് ചോദിച്ചു മേടിക്കാന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഇരിക്കും. അലി, ഞങ്ങൾ ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ ഒരുപാട് പേരോട് സംസാരിച്ചെന്നിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പറയേണ്ട കാര്യങ്ങളെ ഞാൻ പറയൂ. അതിനകത്ത് അലി ഇത്ര ചോദിച്ചാലും ഒരു കാര്യമില്ല എന്നുള്ളതാണ് കേട്ടോ. അയ്യോ, അങ്ങനെ പറയരുത്. അലിക്ക് എന്തെങ്കിലും കിട്ടി കൊടുക്കണം. എന്തെങ്കിലുമൊക്കെ എല്ലിങ് കഷ്ണം അലിക്ക് എറിഞ്ഞ് കൊടുക്കണം. എല്ലാ ഫ്രെയിമിലും കയറി നിൽക്കും. സിനിമാക്കാരുടെ എറുത്തായിട്ട് നടക്കണം പുള്ളിയുടെ മെയിൻ പരിപാടി. മാധ്യമപ്രവർത്തന രംഗത്ത് മറ്റേ ആ കേരള നടനത്തിലൂടെ ഇപ്പോൾ സക്സസ് ആയില്ലാത്തതുകൊണ്ട് പിന്നെ മാധ്യമപ്രവർത്തന രംഗത്ത് ഇയാളെ കണ്ടിട്ടില്ല. പിന്നെ കാണുന്നത് ഏതെങ്കിലുമൊക്കെ സിനിമയുടെ പ്രൊമോഷനിൽ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് മുക്ക് മേടിക്കുന്നതാണ്. ഏതെങ്കിലും ഒരു സിനിമ ഇയാൾ പ്രൊമോട്ട് ചെയ്ത് വിജയിച്ചിട്ടുണ്ട് എനിക്കറിയില്ല കേട്ടോ.
ഞാൻ അവസാനമായിട്ട് ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യുന്നത് ആ ഷിറ്റിഗാമ എന്ന് പറയുന്ന സിനിമയാണ്. ആ പ്രൊമോഷനാണ് അതിൻ്റെ പേര് വെക്കുന്നത്. പിന്നീട് അത് തിയേറ്ററിലും കാണേണ്ടി വന്നിട്ടില്ല, OTT-യിലും കാണേണ്ടി വന്നിട്ടില്ല. എനിക്ക് സത്യത്തിൽ അറിയില്ല കേട്ടോ എന്തിനാണ് സിനിമാക്കാർ ഇവനിങ്ങനെ പൊക്കിപ്പിടിച്ച് കിടക്കുന്നതെന്നുള്ളത്. ഇപ്പം ജയൻ ചേർത്തല തൊട്ടടുത്ത് തന്നെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തു, ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ണിമൂന്തൻ മാപ്പ് പറഞ്ഞതായിട്ട് ബന്ധപ്പെട്ട് ഇൻ്റർവ്യൂ കൊടുത്തു. ഞാനത് ഇവിടെ എടുത്ത് കാണിക്കുന്നില്ല, കാണിക്കാത്തതിന് കാരണം ഇതുകൊണ്ടാണ്. ഇവൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇവന് വിമർശനം വെക്കാനുള്ള ശക്തിയില്ല. അപ്പോൾ ഉടൻ തന്നെ അത് സ്ട്രൈക്ക് അടിച്ചു വിടും. അയാൾ കൃത്യമായിട്ട് മറുപടി പറയുന്നുണ്ട്, അങ്ങനെ മാപ്പ് പറഞ്ഞ സംഭവമില്ല, അത് ഞങ്ങൾ ധാരണയിൽ പിരിഞ്ഞതാണ്. ഫെഫ്കയോട് ഈ കാര്യം പറഞ്ഞിട്ട് ഫെഫ്കയും അതിനകത്ത് നടപടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫെഫ്കയുടെ നടപടി ഇപ്രകാരമാണ് വന്നിരിക്കുന്നത്. പ്രസ് റിലീസ് ഇന്നലെ 7/6/2025 അമ്മയുടെ ഓഫീസിൽ വെച്ച് ഫെഫ്കയുടെ അമ്മയുടെ നേതൃത്വത്തിൽ ഉണ്ണിമുകുന്ദനും വിപിനും തമ്മിലുള്ള തർക്കം പരിഹരിച്ചിരിക്കുന്നു. എന്നാൽ ചർച്ചയിലുണ്ടായ ധാരണകൾക്ക് വിപരീതമായി വിപിൻ ഒരു ദൃശ്യമാധ്യമത്തിന് ഫോണിലൂടെ ചർച്ചയെക്കുറിച്ച് തെറ്റിദ്ധാരണജനകമായ വിവരങ്ങൾ ഇന്ന് നൽകിയത് തികഞ്ഞ അച്ചടക്ക ലംഘനമാണ്. ചർച്ചയിൽ ഉണ്ണിമുകുന്ദൻ മാപ്പ് പറഞ്ഞെന്ന വിപിൻ കുമാറിന്റെ അവകാശവാദം ശരിയല്ല. വിപിൻ ധാരണാലംഘനം നടത്തിയ സാഹചര്യത്തിൽ വിപിനുമായി യാതൊരു രീതിയിലും ഫെഫ്ക സംഘടനാപരമായി സഹകരിക്കില്ല എന്നും അച്ചടക്ക നടപടി സ്വീകരിക്കാനും തീരുമാനിച്ചിരിക്കുന്നു. ഫെഫ്കയും തള്ളി, AMMയും തള്ളി. ഇപ്പം ചേർത്ത് പിടിക്കാനായിട്ട് ഹൈദരാലി മാത്രമേ ഉള്ളത്. പക്ഷെ ഇവൻ ഇത്രയൊക്കെ പറഞ്ഞ് വാദങ്ങളൊക്കെ പൊളിച്ചടിച്ചെന്നൊക്കെ പറഞ്ഞ് കൂട്ടിയിട്ടും കമന്റ് കാണുമ്പോൾ തോന്നുന്നത് ഈ പാണ്ഡൻ നായയുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല, പണ്ടും ഫലിച്ചിട്ടില്ല ഇപ്പോഴും ഫലിക്കുന്നില്ല എന്നുള്ളതാണ്. ഒന്ന് രണ്ട് കമന്റ് വായിക്കാം. അച്ഛന് വയ്യാത്ത ക്യാഷ് നേരിൽ കയ്യിൽ നിന്ന് കൊടുത്തതോടെ ബാങ്ക് വഴിയാകണം എന്ന് ഉണ്ടോ? ഇല്ലല്ലോ. ഇത് തന്നെയാണ് ഞാൻ ചോദിച്ചൊരു കാര്യം. ഉണ്ണിമുകുന്ദൻ ആൺകുട്ടിയാണോ, വല്ല പണിയെടുത്ത് ജീവിക്കണോ? അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. നീയാണ് ഇതിനിടയിൽ മെയിൻ കുത്തിത്തിരിപ്പ്. ഇതിനിടയിലല്ല, ഇയാൾക്ക് ഈ ഒരു കുത്തിത്തിരിപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ കാണിച്ചാൽ ശ്രദ്ധ കിട്ടുള്ളൂ. അല്ലാതെ കൊള്ളാവുന്നൊരു മാധ്യമപ്രവർത്തനം നടത്തുന്നത് ഞാൻ കണ്ടിട്ടില്ല. താങ്കൾ പറഞ്ഞതല്ലല്ലോ അവർ പറഞ്ഞത്. സത്യം. എടാ ഹൈദരാലി, ഞാൻ അങ്ങനെ വായിക്കുന്നുള്ളൂ. ഇങ്ങനെ നെഗറ്റീവ് കമൻസ് വരുന്ന ഒരു സിനിമ വിവരണ ചാനൽ വേറെ ഇല്ല. നിന്റെ വാക്കുകൾക്ക് ഒരു പട്ടി പോലും വില കൊടുക്കുന്നില്ല എന്ന് കമൻസ് നോക്കിയാൽ തന്നെ മനസ്സിലാകും. അപ്പോൾ മനസ്സിലാക്കുക നീ ഈ പണിക്ക് പറ്റിയ ആളല്ല എന്ന്. അറ്റ്ലീസ്റ്റ് ഒരു 20 കമൻസ് എങ്കിലും നിന്നെ പരിചയമുള്ളവരെങ്കിലും ഇടണ്ടേ. ഇയാൾക്ക് ആ ത്രൂ ഔട്ട് പോയി കഴിഞ്ഞാൽ 108 കമൻസ് നോക്കിയിട്ടുണ്ടെങ്കിലും ആ 108 കമൻസ് എന്ന് പറയുന്നതിൽ ഭൂരിഭാഗം കമൻസും, ഭൂരിഭാഗം എന്ന് പറയുന്നത് 99% കമൻസും ഇയാൾക്കെതിരെ തന്നെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ കാണിച്ചു കൂട്ടിയ സംഭവം വെറും ഊളത്തരമാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. അതുമാത്രമല്ല, നേരത്തെ ജയൻ ചേർത്തലയുടെ ഇൻ്റർവ്യൂ എടുത്തിരുന്നെന്ന് പറഞ്ഞല്ലോ, അതിലൊന്നിരിക്കുന്നൊരു കമൻറ്റാണ്, ഹൈദർ താൻ എന്തിനാണോ ഒരു കാര്യം തന്നെ 3-4 വട്ടം എടുത്ത് ചോദിക്കുന്നത്? തനിക്ക് ഉണ്ണിമുകുന്ദനോട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? ഈ വൈരാഗ്യം വെച്ചിട്ടാണ്, ഈ വൈരാഗ്യ ബുദ്ധി വെച്ചിട്ടാണ് ഹൈദരാലി ഈ ചോദ്യം ചോദിക്കുന്നതെന്നും ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്നതെന്നും സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാകും. എന്തായാലും ഈ വിഷയത്തിൽ എന്താണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.